സ്കൂളിൽ പോക്ക് നിർത്തിയ പിന്നെ ഒരു രസമില്ല. വർത്താനം പറയാൻ കൂടി ആരുമില്ല. ഇപ്പോ നിങ്ങളൊക്കെ വന്നേ പിന്നെയാ വെട്ടവും തിരക്കും. നല്ല രസം. അപ്പോ ഞങ്ങൾ പോകുമ്പോഴോ? പോവോ നിങ്ങള്? ആ പിന്നെ, ഞങ്ങൾ ഇതൊക്കെ പൊളിച്ചടുക്കി പോവില്ലേ? ഞാൻ ആ വഴി കിടക്കും, നിങ്ങൾ പോണ വണ്ടിയുടെ മുമ്പില്. അങ്ങനെ ഇപ്പൊ മാധു വണ്ടി കയറി ചാണ്ട. കളി കഴിഞ്ഞതാണോ? മാധു, നീ എവിടെ എന്ത് ചെയ്യാ? മാധു, ഞാനിവിടെ നന്ദിനിക്ക് വെള്ളം എടുക്കുക. എന്താ മാധു? ആരാ മോത്ത് ടോർച്ചടിക്കുന്നേ? നിന്റെ തന്ത ഇറങ്ങി വാടങ്ങൾ. നിന്നെ ഞാൻ ഇന്ന് ഈ ആളുകളില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി വന്ന് ആണുങ്ങളില്ലാത്ത സമയത്ത് താവാട്ടി കയറി വന്ന് നിന്റെ നാണെങ്കിൽ അവിടെ മതി. കണ്ടവന്റെ വീട്ടിൽ കയറി കളിക്കണ്ട. ഒരു തീപ്പെട്ടികളി മതി ഈ പുല്ലെല്ലാം കൂടി എനിക്ക് കത്തിക്കാൻ. നിന്റെ തന്തയുടെ വെള്ളം ചൂലെ അറിഞ്ഞൂടാ നിനക്ക് നാരായണനെ. നേരം എന്നാടോ? എന്നോട് ഇവിടെ കിടക്കാൻ പറഞ്ഞു. ആര്? പപ്പനായൻ ചേട്ടൻ. അല്ല വിളി. പപ്പനായൻ ചേട്ടൻ അകത്തെങ്ങാനും പോയി കിടക്കണോ? അവനവൻ കിടക്കണ്ട, തവനവൻ കിടക്കണം. മനസ്സിലായോ? ബുക്ക് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നത്? അയ്യോ അരുത്. എന്തിനാ അധികം? ഇവനെ പോലെ ഒരുത്തം മതിയല്ലോ ട്രൂപ്പിന്റെ പേര് കിടത്താൻ.
എന്താണോ ആശുപത്രിയിലോട്ട് അടി അല്ല പനി. എന്താ മറ്റവരുടെ ആര്? ഇതിന്റെ ഉടമസ്ഥൻ ഇങ്ങോട്ട് വരാൻ. ഒന്ന് പറഞ്ഞു വിടറോ രാപ്പാടി. അങ്ങനെ കേറി നിൽക്കണോ? അല്ല, ആരും പരിചയപ്പെടുത്താതെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് പോട്ടെ. ഈ കാണുന്ന നിങ്ങളുടെ കൂരയ്ക്ക് ചുറ്റും ഒരു നാടുണ്ട്. ആ നാട്ടിൽ കൊള്ളാവുന്ന കുറെ പൗരന്മാരുണ്ട്. അവരിൽ പെട്ടവരാ ഞങ്ങളൊക്കെ. കൊള്ളാവുന്നവരെ ഒന്നും അവർക്ക് പരിചയം കാണത്തില്ലടോ. ആ ശങ്കരപ്പിള്ള അല്ലേ അവിടെ രക്ഷകർത്താവ്. അറിയാത്തത് കൊണ്ടായിരിക്കാൻ പറയാത്തത്. ചൊറിയുമ്പോ അറിഞ്ഞോളും. മേനോൻ സാർ അങ്ങോട്ട് ഇരുന്നാട്ടെ. മുതലാളി അങ്ങോട്ട് ഡോ അതൊന്ന് പിടിച്ച് നേരെ ഇട്ട് വിടറോ. വാവുഞ്ഞേ കേട്ട് കാണും. ഈ നാടിന്റെ പേടി സ്വപ്നമാണ് രാപ്പാടി. ഞാനതിന്റെ എഡിറ്ററാ. ഇന്നലെ രാത്രി ഇവിടെ ഒരു സംഭവ വികാസം ഉണ്ടായതായി വാർത്തയുണ്ട്. എനിക്ക് അതിന്റെ സത്യസ്ഥിതി അറിയണം, റിപ്പോർട്ട് ചെയ്യണം. തനിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി. എനിക്ക് ഇന്ന് ഇറങ്ങി തരണം. എന്റെ പെമ്പർന്നോർക്കും പിള്ളേർക്കും തൊഴിലായിട്ട് കഴിയണം. നാരായണൻ മിണ്ടാതിരി. ഉത്തരവാദിത്വമുള്ള ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ ഈ നാട്ടിൽ വന്നൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഞങ്ങളെ പോലെ നിർബന്ധമായും അറിയിക്കേണ്ട ചിലരെയൊക്കെ അറിയിച്ചില്ല. പോട്ടെ, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇവിടെ കിടന്ന് എന്ത് പോക്കൃത്തരവും കാണിക്കാമെന്ന് വിചാരിച്ചാല് ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആണുങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? തൽക്കാലം കുടിക്കാൻ എന്തെങ്കിലും പറഞ്ഞാട്ടെ. സാറുമാർക്ക് അതിഥികളെ സൽക്കരിച്ച് ശീലമില്ലാത്തതുകൊണ്ടാ. വേണ്ട, അവരുടെ ഔദാര്യമൊന്നും വേണ്ട. മാധവ, ആ പൂത്തറപ്പറമ്പ് ഇത് പറിച്ചോ. എവിടെ പോയിടോ നാരായണ അതിന്റെ ആവേശമൊക്കെ? പറയടോ മുഖത്ത് നോക്കി. ഇന്നലെ രാത്രി ഇവിടുന്ന് ഒരുത്തൻ എന്റെ വീട്ടിൽ കയറി. കേറിയവൻ ഇതിൽപ്പെട്ടവനാണെന്ന് ആര് പറഞ്ഞു? കള്ളു കുടിച്ചോണ്ട് എനിക്ക് തോന്നിയതാണ്. ആയിക്കോട്ടെ. അപ്പൊ ഇവള് കണ്ടതോ? അതോ ആശാന്റെ കുട്ടികൾ ആരും അത്തരം വൃത്തിയായിട്ട് കാണിക്കുന്നവരല്ല. എന്നാ പിന്നെ അവന് പുഴത്തിരുത്തേക്ക് ഓടിയാ പോരെ. ഇതിനകത്തോട്ട് കയറിയതോ? അവൻ എങ്ങോട്ടാണ് കയറിയത്? പറയടി. എടി പറയാ. ഇതിനകത്തേക്ക് ഓടിക്കേറിയേ. ഇപ്പോഴോ നിങ്ങൾ ഇവിടെ കോലാരം കളിക്കാൻ വന്നെന്നും പറഞ്ഞ് പ്രായമായ പെമ്പിളേർ കൂടെ മാനുമരയായിട്ട് കഴിയണ്ടേ? കത്തിക്ക് ഞാനല്ല.